ഹലോ മക്കളെ, നമ്മൾ കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്റർ നമ്പർ 5 SSLC ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ ഹാഫ് ഇയർലി എക്സാമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടെന്നുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് പറയാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ സീരീസ് ഞാനതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ മക്കൾ, ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പഠിക്കാനുള്ളത് റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ചാണ്. എന്താണ് റിയാക്ടിവിറ്റി സീരീസ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൽ പറയുന്ന മെറ്റൽസിൻ്റെ ഓർഡർ എന്താണ്, പിന്നെ അതിൻ്റെ 3 ആപ്ലിക്കേഷൻസ് പറയുന്നു ടെക്സ്റ്റ് ബുക്കിൽ, അത് പഠിക്കണം. ആദ്യത്തെ ടോപ്പിക് അതാണ്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനിക് സെൽ എന്താണ്. ദാറ്റ് മീൻസ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇലക്ട്രോ കെമിക്കൽ സെൽസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഗാൽവനിക് സെല്ലും രണ്ടാമത്തത് ഇലക്ട്രോലിറ്റിക് സെല്ലും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാൽവനിക് സെല്ലിനെ കുറിച്ചും അതുപോലെ ഇലക്ട്രോലിറ്റിക് സെല്ലിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനുശേഷം ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ കുറച്ച് കണ്ടിന്യൂഷൻ ഉണ്ട്. അതിൽ പെട്ടൊരു ടോപ്പിക്കാണ് ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡും ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കും. ദെൻ അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോളിസിസ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആൻഡ് ഫ്യൂവൽ സെൽസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റിയാക്ടിവിറ്റി സീരീസ് എന്നാണ് കേട്ടോ. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് റിയാക്ടിവിറ്റി സീരീസ്. എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. എന്താണ് റിയാക്ടിവിറ്റി സീരീസ്? ദ സീരീസ് ഇൻ വിച്ച് elements are arranged in the decreasing order of reactivity is known as റിയാക്ടിവിറ്റി സീരീസ്. ഇതാണ് റിയാക്ടിവിറ്റി സീരീസ്. നിർബന്ധമായിട്ടും ഈ ഓർഡർ എല്ലാവരും പഠിക്കണം. റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും ടോപ്പിലുള്ളത് പൊട്ടാസ്യമാണ്, ഏറ്റവും ലാസ്റ്റ് ഗോൾഡാണ്. ഇതിൻ്റെ ബേസിസിൽ നമുക്കിതിൻ്റെ 3 ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ടു ഐഡൻറ്റിഫൈ വിച്ച് മെറ്റൽ ഈസ് ബീങ് ഡിസ്പ്ലേസ്ഡ്. ആപ്ലിക്കേഷൻസിലെ ഒന്നാമത് നമുക്ക് 3-4 എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഒന്ന് സിങ്ക് കോപ്പർ സൾഫേറ്റിൻ്റെ കേസാണ്. ഇവിടുന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിങ്കും കോപ്പർ സൾഫേറ്റും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ സിങ്ക് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. എന്തുകൊണ്ടാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്? അവിടെയാണ് നമുക്കൊരു പോയിന്റ് പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൻ്റെ ബേസിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഒരു സൊല്യൂഷനിൽ അതിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ദ മോർ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസ് ദ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ദി ഇറ്റ്സ് സാൾട്ട് സൊല്യൂഷൻ. അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം ഇവിടെ സിങ്ക് ഉണ്ട്, ഇവിടെ കോപ്പർ സൾഫേറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ആര് ഡിസ്പ്ലേസ് ചെയ്യും? സിങ്ക് ഡിസ്പ്ലേസ് ചെയ്യും. ഇവിടെ നടക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഇനി മറ്റൊരു കേസ് നോക്കുകയാണെങ്കിൽ കോപ്പറും AgNO3 നമ്മൾ റിയാക്ഷനാണ്. ഇവിടെ AgNO3 സൊല്യൂഷൻ ആണുള്ളത്, കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവിടെയും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും. കോപ്പർ വന്നിട്ട് സിൽവറിനെ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ റിയാക്ഷൻ എന്തായിട്ട് മാറും? CuNO3 twice plus 2Ag ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ഓക്കെ, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ടു ഐഡൻറ്റിഫൈ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഞാനിവിടെ സൈഡിൽ 2 പോയിന്റ് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇനി ഈ RA എന്ന് എഴുതിയാൽ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, OA എന്ന് എഴുതിയാൽ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി റെഡ്യൂസിങ് ഏജൻറ്റ് ആരായിരിക്കും? ഓക്സിഡേഷൻ നടക്കുന്ന ആളായിരിക്കും. ഓക്സിഡൈസിങ് ഏജൻറ്റോ? റിഡക്ഷൻ നടക്കുന്ന ആളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, റിഡക്ഷൻ നടക്കുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റും കണ്ടെത്താം, റെഡ്യൂസിങ് ഏജൻറ്റും കണ്ടെത്താം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പഠിക്കേണ്ട കാര്യം ഈ ഒരു പോയിന്റാണ്. ദ മോർ റിയാക്റ്റീവ് മെറ്റലിനാണ് ഓക്സിഡേഷൻ നടക്കുക. ഈ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ആണെങ്കിലോ അത് റിഡക്ഷനാണ് നടക്കുക. അപ്പോൾ ഇവിടെ 2 മെറ്റൽസ് ഉണ്ട്, Mgയും Cu. റിയാക്ടിവിറ്റി കൂടുതൽ Mgക്കാണ്. അപ്പോൾ Mgക്ക് എന്താ നടക്കുക? ഓക്സിഡേഷൻ. കോപ്പറിനോ? റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ Mg എന്നത് പറയുന്നത് ആരായിരിക്കും? റെഡ്യൂസിങ് ഏജൻറ്റ്. ഈ കോപ്പർ സൾഫേറ്റ് ആരായിരിക്കും? ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഈ രീതിയിലാണ് ഇത് കണ്ടെത്തുക കേട്ടോ. ഇത്രയുള്ളൂടെ പഠിക്കാൻ. ഇനി അടുത്ത കേസ്, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ 2 മെറ്റൽസ് പ്രസൻ്റ് ആണ്, Agയും Cuവും. ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? നമുക്കറിയാം കോപ്പറാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ കോപ്പറിന് നടക്കുക എന്താണ്? ഓക്സിഡേഷൻ അല്ലേ? ഓക്സിഡേഷൻ കോപ്പറിന് നടക്കും. സിൽവറിനോ? റിഡക്ഷൻ. റിഡക്ഷൻ നടക്കുന്ന ആൾ ഏതായിരിക്കും? ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡേഷൻ നടക്കുന്ന ആളോ? റെഡ്യൂസിങ് ഏജൻറ്റ്. ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്? AgNO3. റെഡ്യൂസിങ് ഏജൻറ്റോ? Cu. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു ഐഡൻറ്റിഫൈ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്. ഇതിലൊന്നുമില്ല, ഇതിലാകെ നിങ്ങൾ പഠിക്കേണ്ട ഈ ഒറ്റ കാര്യമുള്ളൂ. ദ മെറ്റൽസ് പ്ലേസ്ഡ് അബവ് ഹൈഡ്രജൻ ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ഡൈല്യൂട്ട് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജൻ്റെ മുകളിൽ വരുന്ന ഇതാണല്ലോ ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ മുകളിൽ വരുന്ന എല്ലാ മെറ്റൽസും ഹൈഡ്രജൻ എന്ത് ചെയ്യും? അതിൻ്റെ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ്റെ താഴെയുള്ളവരോ? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. 5 ടെസ്റ്റ് ട്യൂബ് വന്നിട്ടുണ്ട്.
5 ടെസ്റ്റ് ട്യൂബിൽ 5 മെറ്റൽസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇനി ഏതൊക്കെ ടെസ്റ്റ് ട്യൂബിലാണ് റിയാക്ഷൻ നടക്കുക? റിയാക്ഷൻ നടക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഹൈഡ്രജൻ നടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കുമോ? നടക്കും. കാരണം Fe ആണ്. Fe റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജനേക്കാൾ മുകളിലാണ്. രണ്ടാമത്തിൽ നടക്കുമോ? യെസ്. മൂന്നാമത്തിൽ നടക്കുമോ? ഇല്ല. കാരണം കോപ്പർ ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ്. റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജനേക്കാളും താഴെയാണ് കോപ്പർ. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കില്ല. ഈ ലെഡ് ആണെങ്കിലോ നടക്കും, സിങ്ക് ആണെങ്കിലും നടക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഇനി ഞാൻ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവാണ്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇലക്ട്രോ കെമിക്കൽ സെല്ല് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഗാൽവാനിക് സെല്ലും രണ്ടാമത്തത് ഇലക്ട്രോലിറ്റിക് സെല്ലും. ഒരു ഗാൽവാനിക് സെൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഗാൽവാനിക് സെൽ ആർ ദ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി ഇലക്ട്രിക് എനർജി ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഡിവൈസുകളാണ് ഗാൽവാനിക് സെല്ലുകൾ കേട്ടോ. അതിന് എക്സാമ്പിളാണ് ഡാനിയൽ സെൽ. ഇനി നമുക്ക് എക്സാമിന് ഇവിടെ എന്തൊക്കെ ചോദ്യങ്ങൾ വരാം? ചിലപ്പോൾ ഗാൽവാനിക് സെല്ല് വരയ്ക്കാൻ ചോദിക്കാം. അതുപോലെ തന്നെ ഗാൽവാനിക് സെല്ല് വരയ്ക്കാനാണ് സാധാരണ ചോദിക്കാറ്. അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലിൻ്റെ പിക്ചർ തന്നിട്ട് നമ്മോട് എന്ത് പറയും? അവിടുത്തെ ആനോഡ് കാഥോഡ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഞാനൊരു ഐഡിയ തരാം നിങ്ങൾക്ക്. ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 5.3. ഒരു ഗാൽവാനിക് സെല്ല് എന്തൊക്കെ ഉണ്ടായിരിക്കും മക്കളെ? ഗാൽവാനിക് സെല്ലിൽ 2 ഇലക്ട്രോഡ് ഉണ്ടായിരിക്കും. ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ്. നെഗറ്റീവ് ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് ആനോഡ്, പോസിറ്റീവ് ആണെങ്കിൽ കാഥോഡ്. ഇനി ആനോഡിൽ നമ്മൾ ഒരു മെറ്റൽ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യും. അത് അതിൻ്റെ ഒരു ബീക്കറിൽ അതിൻ്റെ സൊല്യൂഷൻ എടുക്കും. അതായത് ഇലക്ട്രോലൈറ്റ് ഉണ്ടാകും. ഇപ്പോൾ സിങ്ക് ആണെങ്കിൽ ZnSO4 ആയിരിക്കും. കോപ്പർ ആണ് അപ്പുറത്തുണ്ടെങ്കിൽ അത് CuSO4 ആയിരിക്കും. ഇനി ആനോഡിലും കോപ്പറിലും നമ്മൾ ആരെയാണ് എടുക്കുക എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് പറഞ്ഞുതരാം. 2 മെറ്റൽസ് ഉണ്ടെങ്കിൽ ആ 2 മെറ്റൽസിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ ആളാണ് ആനോഡിൽ ഉണ്ടാവുക. കാഥോഡിലോ റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾ. ഇപ്പോൾ സിങ്കും കോപ്പർ ആണെങ്കിൽ ആനോഡിൽ നമ്മൾ ആരെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? സിങ്കിനെ, കാഥോഡിൽ കോപ്പറിനെ കേട്ടോ. ഓക്കെ, ഇനി അവിടെ ആനോഡിൽ ഓൾവേസ് നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. കാഥോഡിലാണെങ്കിൽ റിഡക്ഷൻ ആയിരിക്കും. ഈ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം നിങ്ങൾ. ഇനി ആനോഡിൽ റിയാക്ഷൻ, കാഥോഡിൽ റിയാക്ഷൻ, അതുപോലെ സെൽ റിയാക്ഷൻ. ഈ സെൽ റിയാക്ഷനും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇത് ഏത് ഗാൽവാനിക് സെല്ലിൻ്റെ എക്സാമ്പിളാണ്? ഇത് സിങ്ക് കോപ്പർ ഗാൽവാനിക് സെല്ലിൻ്റെ റിയാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇതുപോലൊരു ടേബിൾ തരും. നമുക്കിതിന് മുകളിലായിട്ട് 3 ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൻ്റെ ബേസിൽ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഇലക്ട്രോഡ് പെയറാണ് അലുമിനിയം കോപ്പർ. അതിൻ്റെ ബേസിൽ ഈ കൊടുത്തിരിക്കുന്നതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കണ്ടെത്താൻ പറ്റണം. അലുമിനിയം കോപ്പർ നമ്മൾ നോക്കുക, റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും മുകളിൽ ആരാണ്? അലുമിനിയം അല്ലേ? അപ്പോൾ ആനോഡിൽ ആരായിരിക്കും? അലുമിനിയം. കാഥോഡിലോ? കോപ്പർ. ആനോഡിലെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണ്. അലുമിനിയത്തിന് നടക്കുന്ന ഓക്സിഡേഷൻ Al gives Al3++ 3 ഇലക്ട്രോൺ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആയിരിക്കും. അവിടെ കോപ്പറിന്റെ റിഡക്ഷൻ റിയാക്ഷൻ ആണ് ഏതുണ്ട്? Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഇനി സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുക. അതുപോലെ സെൽ വോൾട്ടേജ് എഴുതാൻ പറഞ്ഞാൽ കാഥോഡ് മൈനസ് ആനോഡ്. നമുക്കത് സിലബസിൽ പഠിക്കാനില്ല, അപ്പോൾ അതുകൊണ്ട് കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗാൽവാനിക് സെൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രോലിറ്റിക് സെൽ. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആദ്യം പഠിക്കേണ്ട കാര്യം ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഡിവൈസുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് സെൽ. ഇവിടെ എന്തൊക്കെ പഠിക്കണം മക്കളെ? പഠിക്കാൻ ഒന്നാമത്തെ കേസ് ഒന്ന് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. വാട്ടറിനെ ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 ഗ്യാസുകൾ ഉണ്ടാവുന്ന ഹൈഡ്രജൻ ആണ്, രണ്ടാമത്തത് ഓക്സിജൻ ആണ്. ഈ ഹൈഡ്രജൻ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഹൈഡ്രജൻ കത്തുന്ന സമയത്ത് പോപ്പ് സൗണ്ടോട് കൂടിയാണ് ഹൈഡ്രജൻ എന്ത് ചെയ്യുക? ബേൺ ചെയ്യുക. സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്, ഏത് ഗ്യാസാണ് പോപ്പ് സൗണ്ടോട് കൂടി കത്താറ്? അതിന് ആൻസറാണ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, അവിടെ അത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇനി നമുക്ക് ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ ജസ്റ്റ് ഒരു ചിത്രം, ജസ്റ്റ് ഒരു ഫിഗർ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ 2 എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എല്ലാ ഇലക്ട്രോലിറ്റിക് സെല്ലും ആനോഡും ഉണ്ടാവും, കാഥോഡും ഉണ്ടാവും.
ആനോഡിൻ്റെ ചാർജ് മക്കളെ പോസിറ്റീവ് ആയിരിക്കും, കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആയിരിക്കും, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആയിരിക്കും. ഇതായിരിക്കും റിഡക്ഷൻ. അതാണ് അതിൽ തമ്മിൽ വ്യത്യാസം. ഇനി ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യാണ്. അപ്പോൾ അവിടെ നമ്മൾ ഷോർട്ട് ഫോം പഠിച്ചു വെക്കണം, ACCS. എന്ന് പറഞ്ഞാൽ ആനോഡിൽ ക്ലോറിൻ, കാഥോഡിൽ സോഡിയം. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, ആനോഡിൽ ക്ലോറിൻ, കാഥോഡിൽ സോഡിയം. ഈ മോൾട്ടൺ NaCl ഏതൊക്കെ അയോൺസ് ഉണ്ടാവുക? Na+ഉം Cl-. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസിൽ ആനോഡിൽ ക്ലോറിനും കാഥോഡിൽ സോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡിലെ റിയാക്ഷൻ നമ്മൾ ആരെ റിയാക്ഷൻ എഴുതി കൊടുക്കേണ്ടത്? സോഡിയത്തിൻ്റെ റിയാക്ഷൻ. കാഥോഡിൽ ക്ലോറിൻ്റെ റിയാക്ഷൻ, കാഥോഡിലോ സോഡിയത്തിൻ്റെ റിയാക്ഷൻ. ക്ലോറിൻ്റെ ഓക്സിഡേഷനും അതുപോലെ സോഡിയത്തിൻ്റെ റിഡക്ഷനാണ് നിങ്ങളുടെ എഴുതേണ്ടത് കേട്ടോ. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ്റെ റിയാക്ഷനോട് പറയുന്നുണ്ട് 2Cl- gives Cl2 + 2 ഇലക്ട്രോൺ എന്നാണ്. ഇനി Na++ 1 ഇലക്ട്രോൺ ഗീവ്സ് Na. ഇതാണ് സോഡിയത്തിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ. ഓക്കെ, അടുത്തത് ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പോൾ എക്സാമിനത്തിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും കേട്ടോ, മോൾട്ടൺ സോഡിയം ക്ലോറൈഡോ അക്വസ് സോഡിയം ക്ലോറൈഡോ. ഇവിടെ ഒരു ഷോർട്ട് ഫോം പഠിക്കാനുണ്ട്, ACCH. ആനോഡിൽ ക്ലോറിൻ, കാഥോഡിൽ ഹൈഡ്രജൻ. സിമ്പിളാണ്, ആനോഡിൽ ക്ലോറിൻ ഉണ്ടാവും, കാഥോഡിൽ ആരുണ്ടാവുക? ഹൈഡ്രജൻ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആനോഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ക്ലോറിൻ ഗ്യാസ്. കാഥോഡിലോ ഹൈഡ്രജൻ. ഏതിൻ്റെ കേസിൽ? ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡിൻ്റെ കേസിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതിൻ്റെ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ. അടുത്ത ടോപ്പിക് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു മെറ്റലിൻ്റെ കോട്ടിംഗ് വേറൊരു മെറ്റലിൻ്റെ മുകളിൽ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഇലക്ട്രോ പ്ലേറ്റിംഗ് സമയത്ത് ഏത് മെറ്റലിനെയാണോ നമുക്ക് കോട്ട് ചെയ്യേണ്ടത്, കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണോ അതിന് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം. എന്തിൻ്റെ മുകളിലാണോ കോട്ട് ചെയ്യേണ്ടത് അതിനെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ആ രീതിയിലാണ് ചിത്രം വരയ്ക്കേണ്ടത് കേട്ടോ. ഓക്കെ, പോസിറ്റീവിൽ ആരായിരിക്കും? ദ മെറ്റൽ യൂസ്ഡ് ഫോർ കോട്ടിങ്. നെഗറ്റീവിലോ? മെറ്റൽ ടു ബി കോട്ടഡ്. ഇനി ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, ഇലക്ട്രോലൈറ്റ്. അത് ആരുടെ ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം? മെറ്റൽ യൂസ്ഡ് ഫോർ കോട്ടിങ്. ഏത് മെറ്റലാണോ കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഏത് കേസാണ്? ഇതിപ്പോൾ അയൺ റിങ്ങിൻ്റെ മുകളിൽ കോപ്പറിനെ കോട്ട് ചെയ്യാണ്. അപ്പോൾ കോപ്പറിനെ പോസിറ്റീവിൽ കൊടുത്തു, അയണിനെ നമ്മൾ നെഗറ്റീവിൽ കൊടുത്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ടേബിളല്ല ഈ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ കേട്ടോ. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ഇപ്പോൾ സപ്പോസ് സിൽവർ ആണ് കോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇലക്ട്രോലൈറ്റ് ഏതായിരിക്കണം? സിൽവർ നൈട്രൈഡ് സൊല്യൂഷൻ, അല്ലെങ്കിൽ സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ ആയിരിക്കണം. ഗോൾഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡും സൊല്യൂഷനാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ റിവിഷൻ ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്പീഡ് കുറച്ചിട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ഇനി അപ്ലിക്കേഷൻസ് ആണ്. ഇലക്ട്രോളിസിസിൻ്റെ അപ്ലിക്കേഷൻസ്: പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, മാനുഫാക്ചർ ഓഫ് കോമ്പൗണ്ട്സ്, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ദെൻ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. ഇനി ഇലക്ട്രോ കെമിക്കൽ സെൽ ആസ് എനർജി സോഴ്സ്. ഇത് മെയിനായിട്ട് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? ആസ് എ പോർട്ടബിൾ സോഴ്സ് ഓഫ് ഇലക്ട്രിക് എനർജി, അതുപോലെ തന്നെ ആസ് എ സ്റ്റോറേജ് ഡിവൈസ് ഓഫ് ഇലക്ട്രിക് എനർജി. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെല്ലുണ്ട്. 2 ടൈപ്സ് ഓഫ് സെല്ലാണ് പ്രധാനമായിട്ടുള്ളത്, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും. പ്രൈമറി സെല്ലിന് എക്സാമ്പിളാണ് ഡ്രൈ സെല്ലും അതുപോലെ ബട്ടൺ സെല്ലും. സെക്കൻഡറി സെല്ലാണെങ്കിൽ ലെഡ് ആസിഡ് സെല്ലും നിക്കൽ കാഡ്മിയം സെല്ലും. ഈ പ്രൈമറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്യാനോ റീയൂസ് ചെയ്യാനോ പറ്റില്ല. അത്തരം സെല്ലുകളാണ് പ്രൈമറി സെല്ല്. സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ നമുക്കിനെ റീചാർജ് ചെയ്യാം, റീയൂസ് ചെയ്യാനും പറ്റും. അത്തരം സെല്ലുകളെയാണ് നമ്മൾ സെക്കൻഡറി സെല്ലുകൾ എന്ന് വിളിക്കുക കേട്ടോ. ഇനി സാധാരണ ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലൊക്കെ കാണപ്പെടുന്ന സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഥിയം അയോൺ ബാറ്ററിയാണ്. പിന്നെ നമ്മൾ സാറ്റലൈറ്റ് ബാറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നതും ലിഥിയം അയോൺ ബാറ്ററിയാണ് കേട്ടോ. ലിഥിയം അയോൺ ബാറ്ററി, ലിഥിയം അയോൺ ബാറ്ററിയും ഒരു സെക്കൻഡറി സെല്ലാണ് കേട്ടോ നമ്മളെ. സ്പേസ് ക്രാഫ്റ്റിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ഓഫ് ഓൾ ഫ്യൂവൽ സെല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഗാൽവനിക് സെല്ലുകളാണ്. ഇവിടെ നടക്കുന്നത് എന്താ? ഇറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ സച്ച് ആസ് ഹൈഡ്രജൻ, മീഥെയ്ൻ ആൻഡ് മെത്തനോൾ ഇൻറ്റു ഇലക്ട്രിക് എനർജി. ഇപ്പോൾ ഹൈഡ്രജന്, മീഥെയ്ന്, മെത്തനോൾ പോലെയുള്ള ഫ്യൂവൽസിനെ കമ്പസ്റ്റൻ ചെയ്തിട്ട് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്ന ഡിവൈസുകളാണ് എന്ത്? ഫ്യൂവൽ സെൽസ്. ഇനി ഫ്യൂവൽ സെല്ലിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് എക്സാമിന് ചോദിക്കാം. അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി വിത്ത് ഹൈ എഫിഷ്യൻസി. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ.